ഓക്കെ. അപ്പോൾ നമ്മൾ കൺട്രോളിംഗ് എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഫങ്ഷനാണ് കൺട്രോളിംഗ് അഥവാ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ. എന്താണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ? കൺട്രോളിംഗ് അഥവാ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫങ്ഷൻ ഓഫ് എ മാനേജ്മെൻറ്റ്. ദ പർപ്പസ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ ഈസ് ടു measure the accomplishment against the standards and the correction of deviations to assure the attainment of objectives according to plans. അതായത് പ്ലാൻ ചെയ്ത പ്രകാരം ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥ ജോലി നിർവഹണത്തെ അളക്കുകയും അതിനെ നിലവാരവുമായി താരതമ്യപ്പെടുത്തുകയും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ ഒരു പൊതുവായ പ്രവർത്തനത്തിനെയാണ് നിയന്ത്രണം അഥവാ കൺട്രോളിംഗ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൺട്രോളിംഗ് എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ കൺട്രോളിങ്ങും പ്ലാനിങ്ങും തമ്മിലുള്ള ബന്ധവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യം എന്നും അതുപോലെ തന്നെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധവും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് അഥവാ നിയന്ത്രണത്തിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ പോരായ്മകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. അതെന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. സെക്കൻഡ് വൺ ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. തേർഡ് വൺ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ഫോർത്ത് വൺ കോസ്റ്റ്ലി അഫയർ. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡിഫിക്കൽട്ട് ഇൻ സെറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്. That means control system loses some of its effectiveness when standards cannot be defined in quantitative terms. This makes measurement of performance a difficult task. അതായത് നിയന്ത്രണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പരിമിതി എന്ന് പറഞ്ഞാൽ നിലവാരങ്ങൾ നിശ്ചയിക്കുന്നതിനുള്ള പ്രയാസങ്ങളാണ്. നിലവാരങ്ങൾ അളവുകളായി നിശ്ചയിച്ചാൽ മാത്രമാണ് നിയന്ത്രണം ഫലപ്രദമാവുകയുള്ളൂ. തൊഴിലാളികളുടെ മനോവീര്യം, തൊഴിൽ സംതൃപ്തി, ഉപഭോക്താക്കളുടെ പ്രതികരണം എന്നിവ അളവുകളായി നിശ്ചയിക്കാൻ പ്രയാസമാണ്. ഈ കാര്യങ്ങളിൽ നിയന്ത്രണം ഫലപ്രദമാവുകയില്ല. അതായത് കൺട്രോൾ സിസ്റ്റം ലോസസ് സം ഓഫ് ഇറ്റ്സ് എഫക്റ്റീവ് വെൻ സ്റ്റാൻഡേർഡ്സ് കനോട്ട് ബി ഡിഫൈൻഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അതായത് സ്റ്റാൻഡേർഡുകൾ കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത പക്ഷം കൺട്രോൾ സിസ്റ്റം കൊണ്ട് യാതൊരുവിധ ഫലപ്രയോജനവും ഉണ്ടാവുന്നില്ല. ദിസ് മേക്സ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇത് മുഖാന്തരം പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു പ്രവർത്തനമായി മാറും, അല്ലെങ്കിൽ പ്രയാസമേറിയ പ്രവർത്തനമായി മാറും. അതായത് തൊഴിലാളികളുടെ മനോവീര്യം, അവരുടെ സംതൃപ്തി, ഉപഭോക്താക്കളുടെ പ്രതികരണം എന്നിവ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അളവുകളായിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നിശ്ചയിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഒരു വ്യക്തിക്ക് തൊഴിലിൽ എത്രമാത്രം സംതൃപ്തി ഉണ്ടായി എന്നുള്ളത് നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ അളക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ അവരുടെ മനോവീര്യം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിന് അളക്കാൻ കൃത്യമായി കഴിയുകയില്ല. അവരുടെ പ്രതികരണം നമുക്ക് കൃത്യമായി അളക്കാൻ കഴിയുകയില്ല. ഇതെല്ലാം കൃത്യമായി അളക്കാൻ കഴിയുമ്പോൾ മാത്രമേ നിലവാരങ്ങൾ നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിയന്ത്രണം കൊണ്ട് പ്രയോജനപ്രദമായി മാറുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഈ കാര്യങ്ങളിൽ നിയന്ത്രണം ഫലപ്രദമാവുകയില്ല. എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ക്വാണ്ടിറ്റേറ്റീവ് ടേംസുകൾ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നതിലുള്ള ഡിഫിക്കൽട്ട്. രണ്ടാമത്തേത് ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഉള്ള അല്ലെങ്കിൽ ബാഹ്യ ഘടകങ്ങളുടെ മേലുള്ള കുറഞ്ഞ നിയന്ത്രണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ജനറലി an enterprise cannot control external factors such as government policies, technological changes, competition, etc. അതായത് സർക്കാർ നയങ്ങൾ, സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മത്സരം എന്നീ ബാഹ്യമായ ഘടകങ്ങളുടെ മേൽ സ്ഥാപനത്തിന് നിയന്ത്രണമില്ല. അതായത് ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ബാഹ്യ ഘടകങ്ങളുടെ മേൽ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണം വളരെ കുറവാണ്. അതായത് ജനറലി ഒരു എൻ്റർപ്രൈസ്, പൊതുവെ പറയുകയാണെങ്കിൽ ഒരു എൻ്റർപ്രൈസ് കനോട്ട് കൺട്രോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ പൊതുവെ കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് പറയാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാകാം ഗവൺമെൻറ് പോളിസീസ്, അല്ലെങ്കിൽ സർക്കാർ നയങ്ങൾ, ടെക്നോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം. ഈ ബാഹ്യ ഘടകങ്ങളുടെ മേൽ സ്ഥാപനത്തിന് നേരിട്ട് നിയന്ത്രണം സാധ്യമാവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലി ഒരു എൻ്റർപ്രൈസ് കനോട്ട് കൺട്രോൾ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരു എൻ്റർപ്രൈസിന് പൊതുവേ സാധ്യമല്ല എന്ന് പറയുന്നത്. മൂന്നാമത്തത് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. എംപ്ലോയീസിൽ നിന്നുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ജോലിക്കാരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ്. കൺട്രോൾ ഈസ് ഓഫൻ റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ്. They see it as a restriction on their freedom.
ഫോർ എക്സാമ്പിൾ എംപ്ലോയീസ് മൈറ്റ് ഒബ്ജക്റ്റ് വെൻ ദേ കെപ്റ്റ് അണ്ടർ എ സ്ട്രിക്റ്റ് വാച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് CCTV. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൺട്രോൾ ഈസ് ഓഫൺ റെസിസ്റ്റഡ് ബൈ എംപ്ലോയീസ്. തങ്ങളുടെ സ്വാതന്ത്ര്യം കുറയുമെന്ന തോന്നലുള്ളതിനാൽ ജോലിക്കാർ നിയന്ത്രണത്തെ പൊതുവെ എതിർക്കാൻ സാധ്യതയുണ്ട്. കൺട്രോളിങ്ങിനെ ഒരു സ്ഥാപനത്തിൽ ജോലിക്കാർ പൊതുവെ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ഫ്രീഡം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നുള്ള കാരണം കൊണ്ട് പലപ്പോഴും ജീവനക്കാർ അല്ലെങ്കിൽ തൊഴിലാളികൾ നിയന്ത്രിക്കപ്പെടുക എന്ന പ്രക്രിയയെ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് എന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയീസ് മൈറ്റ് ഒബ്ജക്റ്റ് വെൻ ദേ കെപ്റ്റ് അണ്ടർ എ സ്ട്രിക്റ്റ് വാച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് CCTV. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ്റെ സഹായത്തോടു കൂടെ അല്ലെങ്കിൽ ഒരു CCTVയുടെ സഹായത്തോടു കൂടെ എംപ്ലോയീസിനെ വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രിക്റ്റായി വാച്ച് ചെയ്യുന്നത് അവർക്ക് താല്പര്യമുള്ള ഒരു പ്രവർത്തനമല്ല. വെൻ ദേ കെപ്റ്റ് അണ്ടർ എ സ്ട്രിക്റ്റ് വാച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് CCTV, അതായത് CCTVയുടെ സഹായത്തോടു കൂടെയോ അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ്റെ സഹായത്തോടു കൂടെ എംപ്ലോയീസിനെ വാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നിയന്ത്രിക്കൽ പ്രക്രിയയായിട്ട് അവർ കണക്കാക്കുകയും സ്ഥാപനത്തിൽ CCTV വരുന്നതിനെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല. അത് അവരുടെ എതിർപ്പിന് വിധേയമായിട്ട് മാറുകയും ചെയ്യും. നാലാമത്തേത് കോസ്റ്റ്ലി അഫയർ, ചിലവേറിയ കാര്യമാണ്. എന്താണെന്ന് നോക്കാം. കോൺട്രോൾ ഈസ് കോസ്റ്റ്ലി അഫയർ ആസ് ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, ടൈം ആൻഡ് എഫേർട്ട്. എ സ്മാൾ എൻ്റർപ്രൈസ് കനോട്ട് അഫോർഡ് ടു ഇൻസ്റ്റാൾ എൻ എക്സ്പെൻസീവ് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ എന്നുള്ളത് പൊതുവെ ചിലവേറിയ ഒരു കാര്യമാണ്. ഫലപ്രദമായ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വലിയ ചിലവും സമയവും പ്രയത്നവും ചെലവിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഭാരിച്ചു വരുന്ന ഈ ചിലവ് വരുന്ന നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ ചെറിയ സ്ഥാപനങ്ങൾക്ക് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് കോസ്റ്റ്ലി അഫെയർ ആണ് അല്ലെങ്കിൽ ചിലവേറിയ കാര്യമാണെന്ന് പറയാൻ കാരണം. അതായത് എഫക്റ്റീവായതോ അല്ലെങ്കിൽ ഫലപ്രദമായതോ ആയിട്ടുള്ള നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വലിയ ചിലവും സമയവും പ്രയത്നവും ചെലവിടേണ്ടി വരും. ഭാരിച്ച ചിലവ് വരുന്ന നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ ചെറിയ സ്ഥാപനങ്ങൾക്കാവില്ല. അതായത് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനങ്ങൾക്ക് ചിലവ് കൂട്ടുന്ന സമയത്ത് എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ ചിലവ് വഹിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ചില സ്ഥാപനങ്ങൾക്ക് ചിലവ് വഹിക്കാൻ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുകയും അതുകൊണ്ട് തന്നെ ഭാരിച്ചു വരുന്ന ചിലവുകളെ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ ചെറിയ സ്ഥാപനങ്ങൾക്ക് അത് ആവുകയുമില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതി അല്ലെങ്കിൽ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് 4 തരത്തിലുള്ള ലിമിറ്റേഷൻ പറഞ്ഞത്? 4 തരത്തിലുള്ള ലിമിറ്റേഷനുള്ള ഒന്ന് നിലവാരങ്ങൾ നിശ്ചയിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് വരുന്ന ഡിഫിക്കൽട്ടി. പിന്നെ അതുപോലെ തന്നെ ബാഹ്യ ഘടകങ്ങളുടെ മേലുള്ള കുറഞ്ഞ നിയന്ത്രണം അല്ലെങ്കിൽ ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. മൂന്നാമത്തേത് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ്. നാലാമത്തേത് കോസ്റ്റ്ലി അഫയർ അല്ലെങ്കിൽ ചെലവേറിയ പ്രക്രിയയാണ്. ഇതാണ് 4 തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോവുകയാണ്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാത്തിനും നമ്മൾ സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ കൺട്രോളിങ്ങിനും ചില സ്റ്റെപ്പുകളുണ്ട്. അല്ലെങ്കിൽ പ്രോസസ്സ് അല്ലെങ്കിൽ കൺട്രോളിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ കൺട്രോളിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. കൺട്രോളിംഗ് സ്റ്റെപ്പിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. സെക്കൻഡ് വൺ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. തേർഡ് വൺ കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഫോർത്ത് വൺ അനലൈസിങ് ഡീവിയേഷൻസ്. ഫിഫ്ത്ത് വൺ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ആദ്യത്തേത് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, രണ്ടാമത്തേത് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, മൂന്നാമത്തേത് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, നാലാമത്തേത് അനലൈസിങ് ഡീവിയേഷൻസ്, അഞ്ചാമത്തേത് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. അത് പറഞ്ഞാൽ എന്താണ്? പ്രകടന നിലവാരം നിശ്ചയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത്. സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പ്രകടന നിലവാരം നിശ്ചയിക്കുക. സ്റ്റാൻഡേർഡ്സ് ആർ ദ ക്രൈറ്റീരിയ എഗെയിൻസ്റ്റ് വിച്ച് ദ ആക്ച്വൽ പെർഫോമൻസ് വുഡ് ബി മെഷേർഡ്. സ്റ്റാൻഡേർഡ്സ് ആർ ദ ബെഞ്ച് മാർക്സ് ടുവേഴ്സ് വിച്ച് എൻ ഓർഗനൈസേഷൻ സ്ട്രൈവ്സ് ടു വർക്ക്. സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി സെറ്റ് ഇൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ടേംസ്. അതായത് പ്രകടനങ്ങൾക്ക് നിലവാരങ്ങൾ നിശ്ചയിക്കലാണ് നിയന്ത്രണ പ്രക്രിയയിലെ ആദ്യപടി. യഥാർത്ഥ പ്രകടനം അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് നിലവാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് അളവുകളായും ഗുണപരമായും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതായത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ക്രൈറ്റീരിയ എഗെയിൻസ്റ്റ് വിച്ച് ദ ആക്ച്വൽ പെർഫോമൻസ് വുഡ് ബി മെഷേർഡ്. ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യാനുള്ള ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ക്രൈറ്റീരിയയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
ദീസ് ആർ ദ ബെഞ്ച് മാർക്സ് ടുവേഴ്സ് വിച്ച് ആൻ ഓർഗനൈസേഷൻ സ്ട്രൈവ്സ് ടു വർക്ക്. ഒരു ഓർഗനൈസേഷന് വർക്ക് ചെയ്യുന്നതിനുള്ള ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ അളവുകോലാണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി സെറ്റ് ഇൻ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടേംസ്. ക്വാണ്ടിറ്റേറ്റീവ് ആയതും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതായത് പ്രകടനങ്ങൾക്ക് നിലവാരങ്ങൾ നിശ്ചയിക്കലാണ് നിയന്ത്രണ പ്രക്രിയയിലെ ആദ്യപടി എന്ന് പറയുന്നത്. യഥാർത്ഥ പ്രകടനം അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് നിലവാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് അളവുകളായും ഗുണപരമായും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. രണ്ടാമത് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ യഥാർത്ഥ പ്രകടനത്തിനെ അളക്കുക എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് റിലയബിൾ മാനർ. ദർ ആർ സെവറൽ ടെക്നിക്സ് ഫോർ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. ദേ ആർ പേഴ്സണൽ ഒബ്സർവേഷൻ, സാമ്പിൾ ചെക്കിംഗ്, പെർഫോമൻസ് റിപ്പോർട്ട്സ് എക്സെട്ര. മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രകടനത്തിനെ അളക്കുക. അതായത് പെർഫോമൻസിനെ മെഷർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ഒബ്ജക്റ്റീവ് ആൻഡ് റിലയബിൾ മാനർ ആയിരിക്കണം. യഥാർത്ഥത്തിലുള്ളതും അതുപോലെ തന്നെ വിശ്വസനീയമായിട്ടുള്ള ഒരു മാനറിലായിരിക്കണം പെർഫോമൻസിനെ മെഷർ ചെയ്യേണ്ടത്. അതിന് വ്യത്യസ്ത രീതിയിലുള്ള ടെക്നിക്സുകൾ അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വ്യക്തിപരമായ നിരീക്ഷണം, സാമ്പിൾ ചെക്കിംഗ് അല്ലെങ്കിൽ സാമ്പിൾ പരിശോധന, പെർഫോമൻസ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ പ്രകടന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. എന്നിങ്ങനെയുള്ള വിവിധ ടെക്നിക്കുകൾ ഉപയോഗിച്ച് യഥാർത്ഥ പ്രകടനത്തിനെ അളക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആദ്യം സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നു, രണ്ടാമത്തേത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നു. ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് വ്യക്തിപരമായ നിരീക്ഷണം നടത്തുക അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്സർവേഷൻ നടത്തുക, സാമ്പിൾ ചെക്ക് ചെയ്യുക, സാമ്പിൾ പരിശോധന, പിന്നെ അതുപോലെ തന്നെ പ്രകടന റിപ്പോർട്ടുകൾ എന്നിങ്ങനെയുള്ള വിവിധ ടെക്നിക്കുകൾ ഉപയോഗിച്ച് യഥാർത്ഥ പ്രകടനം നമുക്ക് അളക്കാവുന്നതാണ്. മൂന്നാമത് പറയുന്നത് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അതായത് യഥാർത്ഥ പ്രകടനത്തെ നിലവാരവുമായി താരതമ്യം ചെയ്യൽ. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ദിസ് സ്റ്റെപ്സ് ഇൻവോൾവ്സ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. സച്ച് എ കമ്പാരിസൺ വിൽ റിവീൽ ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് ഡിസൈർഡ് റിസൾട്ട്സ്. കമ്പാരിസൺ ബിക്കംസ് ഈസിയർ വെൻ സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രകടനത്തെ നിലവാരവുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ യഥാർത്ഥ പ്രകടനത്തെ നിലവാരവുമായി താരതമ്യം ചെയ്യലാണ് ചെയ്യുന്നത്. ഈ താരതമ്യം ചെയ്യൽ വഴി ആഗ്രഹിച്ച ഫലവും യഥാർത്ഥത്തിൽ ഉണ്ടായ ഫലവും തമ്മിലുള്ള വ്യതിയാനം തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ താരതമ്യം ചെയ്യുന്നതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആഗ്രഹിച്ച ഫലവും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായ ഫലവും തമ്മിലുള്ള വ്യതിയാനം തിരിച്ചറിയാൻ ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. യഥാർത്ഥ പ്രകടനവും യഥാർത്ഥത്തിൽ ഉണ്ടായ ഫലവും അതുപോലെ തന്നെ ആഗ്രഹിച്ച ഫലവും തമ്മിലുള്ള വ്യതിയാനം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നാലാമത്തേത് അനലൈസിങ് ഡീവിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങളെ വിശകലനം ചെയ്യുക എന്ന് പറയും. Some deviations in performance can be expected in all activities. It is therefore important to determine the acceptable range of deviations also. അതായത് യഥാർത്ഥ പ്രകടനത്തെ നിലവാരവുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ വ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. ഈ വ്യതിയാനങ്ങളെ വിശകലനം ചെയ്യലാണ് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ എന്ത് വരും? ഈ ഘട്ടത്തിൽ വ്യതിയാനങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും കണ്ടുപിടിക്കുന്നു. നിശ്ചയിച്ച നിലവാരവും യഥാർത്ഥ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യതിയാനം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡും നമുക്ക് ലഭിച്ചിട്ടുള്ള യഥാർത്ഥ പ്രകടനവും അതായത് ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള യഥാർത്ഥ പെർഫോമൻസും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് വ്യതിയാനം എന്ന് പറയുന്നത്. വ്യതിയാനം എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും കണ്ടുപിടിക്കലാണ് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ അനലൈസിങ് ഡീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ് എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ദെയർഫോർ ടു ഇമ്പോർട്ടൻറ്റ് ടു ഡിറ്റർമിൻ ദ ആക്സെപ്റ്റബിൾ റേഞ്ച് ഓഫ് ഡീവിയേഷൻസ് ആൾസോ. ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന നമ്പർ ഓഫ് ഡീവിയേഷൻസിൻ്റെ എണ്ണം കൂടി തീർച്ചപ്പെടുത്തണം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ലാസ്റ്റ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക എന്ന് പറയും. ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ കൺട്രോളിംഗ് പ്രോസസ്. നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ് വെൻ ദ ഡീവിയേഷൻസ് ആർ വിത്തിൻ ആക്സെപ്റ്റബിൾ ലിമിറ്റ്സ്. Corrective action might involve training of employees if the production target could not met.
തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുത്തൽ നടപടികൾ സ്വീകരിക്കലാണ് ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത്. വ്യതിയാനം അനുവദനീയമായ പരിധിക്കുള്ളിലാണെങ്കിൽ നമുക്ക് തിരുത്തൽ നടപടികളുടെ ആവശ്യമില്ല. എന്നാൽ വ്യതിയാനം എന്നുള്ളത് പരിധിയുടെ പുറത്താണെന്നുണ്ടെങ്കിൽ തിരുത്തൽ നടപടികൾ അവിടെ ആവശ്യമാണ്. അതായത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസും സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും തമ്മിൽ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വ്യതിയാനം എന്ന് പറയുന്നത്. ആ വ്യതിയാനം അനുവദനീയമായ പരിധിക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ അവരിലേക്ക് വേണ്ടി വരും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഈസ് നീഡഡ് ഇഫ് ദ പ്രൊഡക്ഷൻ ടാർഗറ്റ് കുഡ് നോട്ട് മെറ്റ്. പ്രൊഡക്ഷനിൽ ടാർഗറ്റ് കൃത്യമായിട്ട് മെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് കൂടുതൽ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം നൽകേണ്ടതായിട്ട് വരും. കാരണം ഔട്ട്പുട്ട് നിർമ്മാണം അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പർട്ടിക്കുലർ എംപ്ലോയിക്കും കൃത്യമായ ട്രെയിനിങ് ഫെസിലിറ്റീസ് അവിടെ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ കറക്റ്റീവ് ആക്ഷൻ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കൺട്രോളിങ്ങിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്? 5 തരത്തിലുള്ള സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സാണുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് നിയന്ത്രിക്കൽ പ്രക്രിയയിലെ ഘട്ടങ്ങളിൽ ആദ്യം പറയുന്നത് പ്രകടന നിലവാരം നിശ്ചയിക്കുക അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയും. സെറ്റിംഗ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, മെഷർ ചെയ്യേണ്ട ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ക്രൈറ്റീരിയയെ സെറ്റ് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടാമത്തേത് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥത്തിലുള്ള പ്രകടനത്തെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക. ഇവിടെ കൃത്യമായതും യഥാർത്ഥത്തിലുള്ളതും ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു റിലയബിൾ മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുക ചെയ്തത്. ആക്ച്വൽ പെർഫോമൻസിനെ എംപ്ലോയീസിൻ്റെ ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്ന ചില മാർഗ്ഗങ്ങളാണ് പേഴ്സണൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ വ്യക്തിപരമായ നിരീക്ഷണം, സാമ്പിൾ ചെക്കിങ്, അതേപോലെ തന്നെ പെർഫോമൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രകടന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പറയുന്നത് കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്, യഥാർത്ഥ പ്രകടനത്തെ സ്റ്റാൻഡേർഡുകളുമായിട്ട് താരതമ്യം ചെയ്യൽ. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ഇവിടെ നമ്മളുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസുകളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻ കണ്ടുകഴിഞ്ഞാൽ സച്ച് എ കമ്പാരിസൺ വിൽ റിവീൽ ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് ഡിസൈഡ് റിസൾട്ട്സ്. ആക്ച്വലും ഡിസൈഡ് റിസൾട്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിനും ക്വാളിറ്റേറ്റീവ് ടേംസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിസൺ ഈസിയറാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസിനാണ് കൂടുതൽ കമ്പാരിസൺ എന്നുള്ളത് ഈസിയറായിട്ട് മാറുന്നത്. നാലാമത് പറയുന്നത് അനലൈസിങ് ദ ഡീവിയേഷൻസ്. അനലൈസിങ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ നടത്തിക്കഴിഞ്ഞാൽ ആ കമ്പാരിസണിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യതിയാനങ്ങളെ വിശകലനം ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. എത്രമാത്രം വ്യതിയാനങ്ങൾ ഉണ്ടെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും കണ്ടുപിടിക്കലാണ് ഇതിൽ ചെയ്യുന്നത്. നിശ്ചയിച്ച നിലവാരവും പ്രകടനവും തമ്മിൽ യഥാർത്ഥ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസത്തിന് അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് നമ്മുടെ വ്യതിയാനം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ടേക്കിംഗ് ദ കറക്റ്റീവ് ആക്ഷൻ. തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. ഇവിടെ വ്യതിയാനം അനുവദനീയമായ പരിധിക്കുള്ളിലാണെങ്കിൽ നമുക്ക് തിരുത്തൽ നടപടികൾ ആവശ്യമില്ല. എന്നാൽ പരിധി കടക്കുകയാണെങ്കിൽ നമുക്ക് തിരുത്തൽ നടപടികൾ ആവശ്യമായിട്ട് വരും. കറക്റ്റീവ് ആക്ഷൻ മൈറ്റ് ഇൻവോൾവ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഇഫ് ദ പ്രൊഡക്ഷൻ ടാർഗറ്റ് കുഡ് നോട്ട് മെറ്റ്. പ്രൊഡക്ഷൻ്റെ ടാർഗറ്റ് കൃത്യമായി മെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് കൂടുതലായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്ഥാപനത്തിന് അനിവാര്യമാണ്. അപ്പോൾ ഇത്രയാണ് 5 തരത്തിലുള്ള കൺട്രോളിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ കൺട്രോളിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് അല്ലെങ്കിൽ നിയന്ത്രണത്തിൻ്റെ പോരായ്മകളും, രണ്ടാമത്തത് പ്രോസസ്സ് ഓഫ് കൺട്രോളിംഗ് അഥവാ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പുകളും. ഈ 2 ഭാഗത്തിൻ്റെയും വീഡിയോ എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.